തൃശൂർ പൂരം മലങ്കോലപ്പെടുത്തിയ സംഭവം പോലീസിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ദേവസ്വങ്ങൾക്കെതിരെ സിപിഎം കൌൺസിലർ നടത്തിയ പരാമർശം ബഹളത്തിനിടയാക്കി. കുരിയച്ചിറ മേഖലയിലെ ഈച്ചശല്യം കോർപ്പറേഷൻ കൌൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈച്ചശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് കൌൺസിലർമാർ. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യാതപമേറ്റു. കാഞ്ഞാണിയിൽ നിന്ന് കാണാതായ യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരാണ് മരിച്ചത്. മണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവ് പിടികൂടി. പുന്നൂർക്കുളം സ്വദേശി ഷമിൽ ഷെരീഫിനെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുട്ടനല്ലൂർ ബൈപ്പാസിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കല്ലൂർ സ്വദേശി അരുൺദാസാണ് മരിച്ചത്. ഈ വർഷത്തെ SLC പരീക്ഷാഫലം മെയ് 8 പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 9. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി ചൂണ്ടിക്കാട്ടി. പോലീസ് രാജാണ് തൃശൂരിൽ നടപ്പിലാക്കിയത്. പോലീസിന്റെ നടപടി തൃശൂരിന് നാണക്കേടാണെന്ന് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയ സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പോത്തിങ്കൽ ആവശ്യപ്പെട്ടു. കമ്മീഷണർക്കെതിരെ കൌൺസിൽ പ്രമേയം പാസാക്കണമെന്നും ജയപ്രകാശ് പോത്തിങ്കൽ ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വൻ വീഴ്ചയാണ് ഉണ്ടായതെന്നും ജനപ്രതിനിധിയായി തന്നെ ACP തള്ളിമാറ്റിയെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ പറഞ്ഞു. അതിനിടെ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങളിലെ ചിലർക്കും പങ്കുണ്ടെന്ന CPM കൌൺസിലർ R. രാഹുലിന്റെ പരാമർശം ബഹളത്തിനിടയാക്കി. പരാമർശം പിൻവലിക്കണമെന്ന് കോൺഗ്രസ് BJP കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കുരിയച്ചിറ മാലിന്യ പ്ലാന്റിലെ ഈച്ചശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർമാർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിലർമാരായ സിന്ധു ആൻഡോ ചാക്കോള, EV സുനിൽ രാജ, ലീല വർഗീസ്, നിമ്മി റപ്പായി, ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ എന്നിവരാണ് പ്രതിഷേധിച്ചത്. കുരിയച്ചിറ പ്രദേശത്ത് 1 വർഷമായി ഈച്ചശല്യം ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള കൌൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വെള്ളാനിക്കരയിൽ കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. സൂര്യാതപ സാധ്യത കണക്കിലെടുത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ജോലി സമയം പുനഃക്രമീകരിച്ചത് മെയ് 15 വരെ നീട്ടി. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യാതപമേറ്റു. അന്തിക്കാട് പോലീസ് സ്റ്റേഷന് സമീപം കോഴിപ്പറമ്പിൽ ദീപകിനാണ് സൂര്യാതപമേറ്റത്. LIC ഏജന്റായ ദീപക് പുത്തൻപീടികയിൽ നിന്ന് അന്തിക്കാട്ടേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സൂര്യാതപമേറ്റത്. ഉടനെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടി. കാഞ്ഞാണിയിൽ നിന്നും കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴിയിൽ കാക്കമാട് പ്രദേശത്ത് പുഴയിൽ നിന്ന് കണ്ടെത്തി. മണലു ആനക്കാട് സ്വദേശിനി കുന്നത്തുള്ളി വീട്ടിൽ 24 വയസ്സുള്ള കൃഷ്ണപ്രിയ, മകൾ 1.5 വയസ്സുള്ള പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ഭർതൃഗൃഹത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് യുവതിയും മകളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത്. വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിടവഴി സ്വദേശി അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയോടെ പാലാഴിയിൽ കാക്കമാട് പ്രദേശത്ത് നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും
യുവാവിന്റെയും മൃതദേഹം കണ്ടത്. പുഴയിൽ കമന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇതിന് സമീപത്ത് നിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് യുവതിയുടെ ID കാർഡ് പോലീസിന് ലഭിച്ചു. അമ്മയും കുഞ്ഞും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:45 മുതൽ 3:30 വരെ ഏനാമാവ് നെഹ്റു പാർക്കിൽ ഉണ്ടായിരുന്നതായി DTPC ജീവനക്കാരി രഞ്ജിനി പോലീസിൽ അറിയിച്ചിരുന്നു. അന്തിക്കാട് SI പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്റ്റേഷൻ ഓഫീസർ P. വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടികിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്തു. മണ്ണുത്തിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പുന്നീർകുളം കല്ലാറ്റിൽ ഷെമിൽ ഷെരീഫ് ചന്ദനാത്തിനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മേധാവി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അനിൽകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും NH പെട്രോളിംഗ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ BVL ഷിബുവിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിച്ചായിരുന്നു വാഹന പരിശോധന. ആന്ധ്രയിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആലുവിലേക്ക് കടത്തുന്നതിനിടയിലാണ് എക്സൈസ് പ്രതിയെ പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് ശേഖരിക്കുന്ന പ്രതി കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി ഒരു പൊതിക്ക് 650 രൂപ നിരക്കിലാണ് വിതരണം ചെയ്തിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശങ്കർ പ്രസാദ്, സുദർശനകുമാർ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ് എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കുട്ടനല്ലൂർ ബൈപ്പാസ് റോഡിൽ ഔഷധിക്ക് സമീപം KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കല്ലൂർ സ്വദേശി കോമാട്ട് വീട്ടിൽ 32 വയസ്സുള്ള അരുൺദാസാണ് മരിച്ചത്. ബൈക്കിൽ കാറിടിച്ചതിനെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ അരുൺദാസിന്റെ ദേഹത്ത് കൂടി KSRTC ബസ് കയറി ഇറങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. ഉടൻ തന്നെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയാണ് മരിച്ച അരുൺദാസ്. ഉള്ളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഈ വർഷത്തെ SLC പരീക്ഷാഫലം May 8-ന് പ്രഖ്യാപിക്കും. May 9-ന് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-നാണ് 2 പരീക്ഷകളുടെയും ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 ദിവസം മുൻപാണ് ഇത്തവണ SLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത്. 14 ദിവസം മുൻപാണ് പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായത്. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് DMO. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായും ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. നിലവിൽ 5 ഡെങ്കിപ്പനി മരണങ്ങളാണ് ജില്ലയിൽ സ്ഥിരീകരിച്ചത്. 508 പേർ രോഗബാധിതരായി വിവിധയിടങ്ങളിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. പരിസര ശുചീകരണം ഉറപ്പുവരുത്താൻ പൊതുജനങ്ങൾക്ക് വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം പിഴയടക്കമുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ പ്രത്യേക പരിശോധനകളും നടത്തും. പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പോത്തിനെ വിൽപ്പനയ്ക്കും വാങ്ങാനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത്. പത്തിരപ്പാല സ്വദേശി നാസറിന്റെ പോത്താണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടക്കാമ്പാൽ സ്വദേശി ഷഫ്ജീർ പോപ്പു, കീക്കര സ്വദേശി റഷീദ് എന്നിവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ തളച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കെട്ടിയ കയറു പിടിച്ച് വലിച്ചതോടെ പ്രകോപിതനായ പോത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതിനിടെ പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് സ്വദേശിനിയായ 5 വയസ്സുകാരി മുങ്ങി മരിച്ചു. കുന്നംകുളം ഡിസേബിൾസ് ടാബർനാക്കിൾ ചർച്ച് സഭാംഗമായ പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് അയ്യൻകുളങ്ങര വീട്ടിൽ ഷെബിൻ ലിജി ദമ്പതികളുടെ മകൾ 5 വയസ്സുള്ള ജെനിഫറാണ് മരിച്ചത്. താൽക്കാലികമായി താമസിച്ചിരുന്ന ആലുവയിലെ ഫ്ളാറ്റിലുള്ള സ്വിമ്മിംഗ് പൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് നാളെ ചോദ്യം ചെയ്യലിന് ED ഓഫീസിൽ ഹാജരാകില്ല. നാളെ തൊഴിലാളി ദിനമാണെന്നും ഹാജരാകാൻ കഴിയില്ലെന്നും വർഗീസ് ED അറിയിച്ചു. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറോളം MM വർഗീസിനെ ED ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണ്ടും നാളെ ഹാജരാകാൻ MM വർഗീസിന് ED നോട്ടീസ് നൽകിയത്. കരുവന്നൂർ കേസിൽ 5 തവണയാണ് CPM ജില്ലാ സെക്രട്ടറി ED ചോദ്യം ചെയ്തത്. കരുമത്രയിൽ കിണറ്റിൽ വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കരുമത്ര കാപ്പിയിൽ ആഞ്ഞിൽക്കടവത്ത് അഷ്റഫ് മകൻ അൻവർ ഷബാസ് ആണ് കിണറ്റിൽ വീണത്. കിണർ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ശ്വാസതടസ്സമുണ്ടാകാതിരിക്കാനായി ടേബിൾ ഫാൻ കെട്ടിയിറക്കുന്നതിനിടെ കാൽ തെറ്റി വീഴുകയായിരുന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് അൻവറിനെ പുറത്തെടുത്തത്. തലയ്ക്ക് പരിക്കേറ്റ അൻവറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച മക്കളെയും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന കടങ്ങോട് പഞ്ചായത്തിലെ എയാൽ മണ്ണഴി മുരളിക്ക് TCV വാർത്ത തുണയായി. മുരളിയെയും കുടുംബത്തെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയ്ക്ക് ഫണ്ട് ശേഖരിക്കാൻ TCV വാർത്ത വലിയ സഹായമായി മാറുകയായിരുന്നു. ബാങ്കിലെ വായ്പാ തുക തിരിച്ചടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ മുരളിക്കും കുടുംബത്തിനും കൈമാറി. ഫണ്ട് സമാഹരിക്കാൻ TCV വാർത്ത വലിയ സഹായമായി മാറിയെന്ന് ഗ്രാമസഭാ അഡ്മിൻമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീടിന്റെ പണിക്കും വേണ്ടിയിട്ടാണ് കുന്നംകുളം കാർഷിക വികസന ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അത് അടയ്ക്കാനും വേണ്ടി സാധിച്ചില്ല. വന്ന് ജപ്തി നോട്ടീസ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മളെ അറിയിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് TCV നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് വരികയും അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു. കൂടാതെ നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് അതിന് സഹായമായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അതുകൂടി ചേർത്താണ് നമുക്ക് ഈ ഇത്രയും വലിയ 7,13,690 രൂപ എന്ന വലിയൊരു തുക നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കൂലിപ്പണിക്കാരനാണ് എയ്യാൽ മണ്ണടി വീട്ടിൽ മുരളി. മക്കളായ 22 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ, 18 വയസ്സുള്ള ജയസൂര്യ എന്നിവർ ജനിച്ചതു മുതൽ ഓട്ടിസം എന്ന അസുഖം ബാധിച്ചവരാണ്. ഭാര്യ സുമയും അസുഖബാധിതയാണ്. ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് കയറിക്കിടക്കാൻ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 10 വർഷം മുൻപ് സഹകരണ ബാങ്കിൽ നിന്ന് 3.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇതിനുശേഷവും മക്കളുടെ ചികിത്സയ്ക്കും പ്രത്യേക പഠനത്തിനുമായി വായ്പ പുതുക്കിയെടുത്തു. പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. പലിശയും പിഴപ്പലിശയുമടക്കം വായ്പ 9 ലക്ഷമായി മാറി. തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങി. റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ ഇവർ വിവരമറിയിക്കുകയും TCV വാർത്തയെ തുടർന്ന് നിരവധി പേർ ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇതോടൊപ്പം എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്തപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത് പിഴപ്പലിശ ഒഴിവാക്കി 7,13,690 രൂപ നൽകി ആധാരം തിരിച്ചെടുത്തു. തുടർന്ന് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ അഡ്മിൻമാർ മുരളിക്കും കുടുംബത്തിനും വീടിന്റെ ആധാരം കൈമാറി. TCV എരുമപ്പെട്ടി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ വാൽവിലൂടെ വൻതോതിൽ വെള്ളം പാഴാകുന്നത് പരിഹരിക്കാനായില്ല. കഴിഞ്ഞ 1 മാസത്തോളമായി വെള്ളം തോട്ടിലേക്ക് ഒഴുകുകയാണ്. കനത്ത വേനലിൽ വെള്ളം കിട്ടാതെ നാട്ടുകാർ വലയുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ദിവസവും 1000കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത്. കൊയ്ത്തിനൊരുങ്ങിയ പാടത്ത് വെള്ളം നിറഞ്ഞതുമൂലം നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ വലഞ്ഞിരുന്നു. TCV വാർത്ത നൽകിയതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ വാൽവ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമീപത്തെ വാൽവ് ലീക്കായി വെള്ളം പാഴാകുന്നത്. പൈപ്പിന്റെ വാൽവ് അറ്റകുറ്റപ്പണി നടത്തി വെള്ളത്തിന്റെ ചോർച്ച അടയ്ക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ നിന്നും ഇടറോഡിലേക്ക് തിരിച്ച ചരക്ക് ലോറി വഴിയിൽ കുടുങ്ങി. കയ്പമംഗലം ബോർഡ് സെന്ററിലാണ് സിമന്റുമായി വന്ന ലോറി കുടുങ്ങിയത്. സെന്ററിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ച ലോറി വൈദ്യുതി പോസ്റ്റിൽ തട്ടിയാണ് മുന്നോട്ടും പിന്നോട്ടും പോകാനാകാതെ കുടുങ്ങിയത്. ദേശീയപാത വികസിപ്പിച്ചപ്പോൾ ഇടറോഡിന്റെ ഇരുവശത്തുമായി വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചതാണ് ലോറി കുടുങ്ങാൻ കാരണമെന്ന് പറയുന്നു. പലയിടത്തും സമാന രീതിയിൽ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസ് റോഡിലും ലോറി കുടുങ്ങിയിരുന്നു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപത്തെ കലുങ്കിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മാലിന്യങ്ങൾ റോഡരികിലെ കലുങ്കിനടിയിലിടുന്നത്. മദ്യകുപ്പികളും കലുങ്കിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് മാലിന്യങ്ങൾ. തിന്നാനെത്തുന്ന നായ്ക്കളുടെ ശല്യം ഇവിടെ രൂക്ഷമാണ്. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലഹരിക്കും മൊബൈൽ ഫോൺ ദുശീലത്തിനുമെതിരെ സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങ് ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി ഏകദിന വിമുക്തി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ സുരഭി സുമൻ ഉദ്ഘാടനം ചെയ്തു. സ്ട്രെങ്ത് ഓഫ് എടവിലങ്ങ് വായനശാല പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറും തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സണുമായ PM ജദീർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് AS കലേഷ്, സെക്രട്ടറി PK സുരേഷ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ TN സിജിലിനെ ചടങ്ങിൽ ആദരിച്ചു.
3 ദിവസങ്ങളായി നടക്കുന്ന ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് തുടക്കമായി. എഴുന്നള്ളിപ്പ്, അമ്മൻ കരകങ്ങൾ, ശ്രീകോവിലെ പീഠത്തിൽ സമർപ്പിക്കൽ, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. മമീർ മുതുവട്ടൂർ മർച്ചന്റ് അസോസിയേഷൻ വാർഷികാഘോഷം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപയുടെ ഭദ്രം കുടുംബ സുരക്ഷാ സഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. പ്രസിഡന്റ് CA ലോകനാഥൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജക മണ്ഡലം സെക്രട്ടറി ജോജി തോമസ്, രക്ഷാധികാരി CP വർഗീസ്, ആൻഡോ തോമസ്, CV ഗിരീഷ് കുമാർ, CK പ്രേമൻ, ലോസൻ മാത്യു എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ സജീവ മെമ്പറായ സുബ്രഹ്മണ്യന്റെ ഭാര്യയ്ക്കും ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ക്ലാസും ഹാജിമാർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു. അമീർ ഷിഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. KH സലീം അധ്യക്ഷനായി. ചാമക്കാല നഹ്ജുറാസത്ത് ഇസ്ലാമിക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ അൻവർ മുഹായിദ്ദീൻ ഹുദവി ആമുഖ പ്രഭാഷണം നടത്തി. CK ഹജ്ജ് ഗ്രൂപ്പ് അമീർ CK ഉമ്മർ അനവരി കാരക്കാട് ക്ലാസ് നയിച്ചു. ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ, MCA സനൂബ് അലി, ആഫിഖ് അലി ചാമക്കാല, MCA ഷമീർ അലി, KA ഷംസുദ്ദീൻ, സലീം പുറക്കുളം, CA സഫാൻ എന്നിവർ സംസാരിച്ചു. അവിടെയാണ് അതിന്റെ ലക്ഷ്യം എവിടെയാണെന്ന് വെച്ചാൽ സമഗ്ര ശിക്ഷ കേരള തൃശൂർ അർബൻ റിസോഴ്സ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലെ ഓട്ടിസം മാസാചരണം സമാപിച്ചു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് ഓഫീസർ KB ബ്രിജി ഉദ്ഘാടനം ചെയ്തു. DPC ഇൻചാർജ് E ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സനാതന പാരമ്പര്യ കളരി സംഘത്തിലെ ട്രെയിനർ നിഷ ആയോധന പരിശീലനത്തിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. തൃശൂർ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് തൃശൂരിൽ തുടക്കമായി. കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നായി 16 ബാർ അസോസിയേഷൻ ടീമുകളാണ് പങ്കെടുക്കുന്നത്. സമാപന ദിനമായ മെയ് 5-ന് തൃശൂർ ചാവക്കാട് ബാർ അസോസിയേഷനുകളുടെ വനിതാ ടീമുകളും ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ടീമും തൃശൂർ ബാർ അസോസിയേഷന്റെ സീനിയർ ടീമും തമ്മിലുള്ള സൗഹാർദ്ദ മത്സരങ്ങളും അരങ്ങേറും. ഹൈക്കോടതി ജഡ്ജി A മുഹമ്മദ് മുസ്താഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മുനിസിപ്പൽ ആൻഡ് സെഷൻ ജഡ്ജി PP സെയ്ദലവി, തൃശൂർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ T തോമസ്, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PS ഈശ്വരൻ, ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്ത് എന്നിവർ പങ്കെടുത്തു. പാവറട്ടി റോയൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വീടില്ലാത്തവർക്ക് വീട് എന്ന പദ്ധതി പ്രകാരം ലയൺസ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണറും മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സണുമായ സുഷമ നന്ദകുമാർ സ്നേഹഭവനത്തിന്റെ താക്കോൽ വെൺമേനാട് അറക്കൽ റോസ്ലിക്ക് കൈമാറി. റോയൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് എഞ്ചിനീയർ VC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജോർജ് ദാസ് KM, അഷ്റഫ്, സിന്ധു, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചേലക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തം. നാട്യൻചിറ ലായിലക്കുളമ്പ് അംഗൻവാടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് തീ പടർന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. ഈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച വരെ ദീർഘിപ്പിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു. മെയ് 1, 4, 5 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 6-ന് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക. ഗതിമാറി ഒഴുകിയ ഭാരതപ്പുഴയിലെ വാഴാലിപ്പാടം മാനന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് തകർന്ന തടയണയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 2018-ലെ പ്രളയത്തിലാണ് ഉരുക്ക് തടയണയുടെ ഒരു ഭാഗം തകർന്ന പുഴ ഗതിമാറി ഒഴുകിയത്. 10 കോടി രൂപ ചെലവിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തടയണ നിർമ്മിക്കുന്നത്. മെയ് അവസാനത്തോടെ പണി പൂർത്തിയാകുമെന്ന് കരാർ വിഭാഗം അറിയിച്ചു. പുഴയുടെ അതിർത്തി തിരിച്ച് 350 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ പണിയും പുരോഗമിക്കുന്നുണ്ട്. വാഴാലിപ്പാടം ഭാഗത്ത് 2 മീറ്റർ ഉയരത്തിൽ സമീപത്തുള്ള കുടിവെള്ള പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാൻ മാനന്നൂർ ഭാഗത്ത് 10 മീറ്റർ ഉയരത്തിൽ ഷട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെറുവാളൂർ ഗ്രൗണ്ട് ബ്രദേഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മെയ് 2 മുതൽ 5 വരെ ചെറുവാളൂർ NSHS
ഫ്ലഡ് ലൈറ്റ് മൈതാനത്ത് നടക്കും. 2-ന് വൈകിട്ട് 7-ന് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഫൈനൽ മത്സരം മെയ് 5-ന് വൈകിട്ട് 8-നും നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് MH നൌഷാദ്, ട്രഷറർ CA സുജേഷ്, ചെയർമാൻ ശശി ചക്രമത്ത് എന്നിവർ പങ്കെടുത്തു. ടോഡി ബോർഡിൽ BMS പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ BMS ധർണ നടത്തി. ധർണ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് B രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് AC കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ, ജനറൽ സെക്രട്ടറി MP സുധീഷ്, VT രാജീവ്, SV പ്രേമദാസ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവൻ വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ആലപ്പുഴ സ്വദേശി അമ്പാടി വീട്ടിൽ പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 13-നായിരുന്നു സംഭവം. പ്രതിയുടെ പേരിൽ കൊരട്ടി, ഒല്ലൂർ, വിയൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിൽ മാലമോഷണ കേസുകളും ബംഗളൂരുവിൽ പ്രതിക്കെതിരെ കള്ളനോട്ട് കേസുകളുമുണ്ട്. പുതുക്കാട് പോലീസ് SHO സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ പ്രദീപ് കുമാർ, സുധീഷ്, CPO ശ്രീജിത്ത് തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി. കലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടിച്ചപ്പോൾ ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരെ മെയ് ദിനത്തിൽ ആദരിക്കും. കലേറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും നാട്ടുകാരുമായ 12ഓളം പേരെയാണ് ആളൂർ ജനമൈത്രി പോലീസും ഇരിങ്ങാലക്കുട JCIയും ചേർന്ന് ആദരിക്കുന്നത്. ഈ മാസം 22-നാണ് കലേറ്റിങ്ങരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടിച്ചത്. തീപിടർന്ന് വാഹനങ്ങൾ കത്തുന്നത് കണ്ട പലരും കാഴ്ചക്കാരായി നിന്നപ്പോൾ സമീപത്തുള്ള ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും നാട്ടുകാരിൽ ചിലരും ചേർന്ന് തീയും പുകയും വകവയ്ക്കാതെ ജീവൻ പണയപ്പെടുത്തിയാണ് 25-ലേറെ ഇരുചക്ര വാഹനങ്ങൾ നീക്കം ചെയ്തത്. ഹാൻഡ്ലോക്കിൽ ചെയ്ത വാഹനങ്ങൾ ഇവർക്ക് നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലുള്ള 10ഓളം ഇരുചക്ര വാഹനങ്ങൾ തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവം പോലീസിനെതിരെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ രൂക്ഷ വിമർശനം. ദേവസ്വങ്ങൾക്കെതിരെ CPM കൌൺസിലർ നടത്തിയ പരാമർശം ബഹളത്തിനിടയാക്കി. കുരിയച്ചിറ മേഖലയിലെ ഈച്ചശല്യം കോർപ്പറേഷൻ കൌൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈച്ചശല്യം തടയാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് കൌൺസിലർമാർ. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യാതപമേറ്റു. കാഞ്ഞാണിയിൽ നിന്നും കാണാതായ യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരാണ് മരിച്ചത്. മണതിയിൽ അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 12 കിലോ കഞ്ചാവ് പിടികൂടി. പുന്നീർകുളം സ്വദേശി ഷമിൽ ഷെരീഫിനെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു. കുട്ടനല്ലൂർ ബൈപ്പാസിൽ KSRTC ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കല്ലൂർ സ്വദേശി അരുൺദാസാണ് മരിച്ചത്. ഈ വർഷത്തെ SLC പരീക്ഷാഫലം മെയ് 8-ന് പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 9-ന്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.